നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. ഓർമ്മകളിൽ അശ്രുകണമായി അലിൻ രാജ്. 2024 ജൂൺ 24 ഓന്റാരിയോയിലെ പീറ്റർബറോയിൽ ദാരുണമായി മുങ്ങിമരിച്ച അലിൻ രാജ് സഞ്ജയ് കുമാറിന്റെ അവസാന കൂടിക്കാഴ്ച സഹപാഠികളുടെയും സുഹൃത്തുക്കളുടെയും കണ്ണീരണിഞ്ഞ കനേഡിയൻ മലയാളികളുടെയും സാന്നിധ്യത്തിൽ ജൂലൈ 9 വൈകുന്നേരം 6-നും 7:30 ഇടയിൽ ഓന്റാരിയോയിലെ മാർക്കമിലുള്ള ചാപ്പൽ റിഡ്ജ് ഫ്യൂണറൽ ഹോമിൽ നടന്നു. ഒരു സ്വപ്നം ഈ വിധം അവസാനിക്കുമെന്നാരെങ്കിലും നനച്ചിരുന്നു? ഒരു കണ്ണീർ കണമീർത്ത് ഞങ്ങൾ അർപ്പിക്കുന്നു വിട പ്രിയനെ. സോഗ കപ്പ് 2024 ടീം കൊക്കാഡൻസ് ജേതാക്കൾ. ജൂലൈ 6-7 തീയതികളായി സ്റ്റൂവിൽ ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് ആദ്യ സോഗ കപ്പ് നടന്നത്. ട്രിനിറ്റി റൈഡേഴ്സിനെയാണ് വാശിയേറെ ഫൈനൽ മത്സരത്തിൽ ടീം കൊക്കാഡൻസ് തോൽപ്പിച്ചത്. $5,555 ട്രോഫിയുമായിരുന്നു വിജയികൾക്ക് ലഭിച്ചത്. രണ്ടാം സ്ഥാനക്കാർക്ക് $3,333 ട്രോഫിയും 3-4 സ്ഥാനക്കാർക്ക് $750 ട്രോഫിയുമായിരുന്നു സമ്മാനം. കാനഡയിലെ ഏറ്റവും വലിയ മക്കൻസി നദി വേനലിൽ വറ്റി വരളുന്നു. 1738 കിലോമീറ്റർ നീളമുള്ള കാനഡയിലെ ഏറ്റവും വലിയ നദിയായ മക്കൻസി നദി വേനൽ ചൂടേറ്റ് കേഴുന്നു. 5 പ്രവിശ്യകളെയും നനച്ചു കടന്നു പോകുന്ന നദി വരൾച്ചയിൽ വറ്റി വരളുന്നത് അപൂർവ സംഭവമാണ്. നദിയിലെ ഇപ്പോഴത്തെ ജലനിരപ്പ് ശരാശരിയേക്കാൾ 2 മീറ്റർ താഴെയാണെന്ന് ടെറിട്ടോറിയൽ ഹൈഡ്രോളജിസ്റ്റ് റയാൻ കോറാൻ പറയുന്നു. 2 വർഷം മുമ്പ് മക്കൻസി സിസ്റ്റത്തിലെ തടികളും തടാകങ്ങളും ജലനിരപ്പ് എക്കാലത്തെയും ഉയർന്ന നിലയിലായിരുന്നു. വെള്ളം കുറയുന്നത് സാമൂഹികവും സാമ്പത്തികവും പാരിസ്ഥിതികവുമായ ആശങ്കകൾക്ക് കാരണമാകുന്നുവെന്നും ആഗോളതാപനത്തിന്റെ അലകുലിയായി ഈയൊരു വരൾച്ചയും കണക്കുകൂട്ടാമെന്നും റയാൻ കോറാൻ ആശങ്കപ്പെടുന്നു. സമരത്തിലും മദ്യവിൽപ്പന വിപുലീകരിക്കുമെന്നുറച്ച് ധനമന്ത്രി. കൺവീനിയൻസ് സ്റ്റോറുകളിലേക്ക് മദ്യം വിൽപ്പന വ്യാപിപ്പിക്കാനുള്ള പദ്ധതിയിൽ നിന്ന് തന്റെ സർക്കാർ പിന്നോട്ട് പോകില്ലെന്ന് ഓന്റാരിയോ ധനമന്ത്രി പീറ്റർ ബത്ലെയിൻഫാൽ സമരം ചെയ്യുന്ന തൊഴിലാളി യൂണിയനുകളുടെ എതിർപ്പ് മറികടന്നും തീരുമാനത്തിൽ മുന്നോട്ടു പോകുമെന്നും. എന്നാൽ ഓന്റാരിയോ പബ്ലിക് സർവീസ് എംപ്ലോയീസ് യൂണിയൻ റെഡി ടു ഡ്രിങ്ക് പാനീയങ്ങൾ സ്വകാര്യ വിപണിയിലേക്ക് വ്യാപിപ്പിക്കാനുള്ള പദ്ധതി ഉപേക്ഷിക്കാനുള്ള അഭ്യർത്ഥന ഇപ്പോൾ സ്വീകരിച്ചാൽ സർക്കാരിന് $2.5 മില്യൺ വരുമാന നഷ്ടം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ദാവീദ് ഗോലിയത്തിനെ വീഴ്ത്തുമോ? മെസ്സി എന്ന മിഷിഹായുടെ 1-ാം നമ്പർ ടീം അർജന്റീന കാനഡ എന്ന 48-ാം റാങ്കിലുള്ള ടീമിനോട് ഏറ്റുമുട്ടുമ്പോൾ കനേഡിയരുടെ പ്രതീക്ഷകൾ വാനോളം ഉയരുന്നു. ജയത്തിൽ കവിഞ്ഞതൊന്നും ഇരു ടീമുകളും ലക്ഷ്യമാക്കുന്നില്ലെങ്കിലും കടലാസിലും കളത്തിലും മുന്നൂക്കം മെസ്സിയുടെ അർജന്റീനയ്ക്ക് തന്നെയാണ്. അർജന്റീനയും കാനഡയും ഇതിനു മുമ്പ് 2 തവണ മാത്രമേ ഏറ്റുമുട്ടിയിട്ടുള്ളൂ. 2010 സൗഹൃദ മത്സരത്തിലും 2024 കോപ്പ അമേരിക്കയുടെ ഗ്രൂപ്പ് ഘട്ടത്തിലും. 2010 ബ്യൂണസ് അയേഴ്സിൽ അർജന്റീന 5-0 ജയിക്കുകയും 2024 ഗ്രൂപ്പ് ഘട്ടത്തിൽ 2-0 കാനഡയെ തോൽപ്പിക്കുകയും ചെയ്തിരുന്നു. ജീവൻ മരണ പോരാട്ടത്തിൽ ദാവീദ് ഗോലിയത്തിനോടെന്ന പോലെ അന്തിമ വിജയം കാനഡയുടേതാവട്ടെ. ഫൈനലിന് മുൻപുള്ള ഫൈനൽ വിസിൽ മുഴങ്ങും വരെ പ്രതീക്ഷ ഉള്ളവരായിരിക്കും. അപ്പോൾ ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ, ബ്രാംപ്ടൺ, ലത മേനോൻ, ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കരി ഹൗസ്, മിസിസാഗ, ജോജോ അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാ പ്രകാശ്.